السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന. മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന. മോഹം മദീന കനിവേകും മദീന അനുരാഗം മദീന കനിവേകും മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ സ്വരം കേൾക്കാത്ത കാതെന്തിനാ. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ സ്വരം കേൾക്കാത്ത കാതെന്തിനാ. തിരുപാദമേറ്റ മൺതരിയാവാം കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ. കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ. കാണാൻ കൊതിയേറെ ആശയേറും നുണ്ടേറെ. കാണാൻ കൊതിയേറെ ആശയേറും നുണ്ടേറെ. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന. മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന. മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ വേദിയ ഉദ്ഘാടിച്ച പ്രശസ്ത വാഗ്മിയും ചിന്തകനുമായ ഇബ്രാഹിം മുണ്ടക്കൽ അവറുകളെ, അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദ് ബാവജിറാണി അവറുകളെ, മറ്റു ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, കാരണവന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ആമുഖ പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ വിനീതൻ വിടവാങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
നമുക്കറിയാം, പാറന്നൂർ ഉസ്താദിൻ്റെ മെമ്മോറിയൽ ഇസ്ലാമിക് സെൻ്ററിന് തുടക്കം കുറിക്കുകയും അതിൻ്റെ കീഴിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ, രോഗികളായ ആളുകൾക്ക് ചികിത്സാ സഹായവും അവർക്കൊരു അത്താണിയായിട്ട് ഈ ഇസ്ലാമിക് സെൻ്റർ മുന്നോട്ട് കടന്നു വരികയാണ്. ഇവിടെ ഇതിലേക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സംഭാവന അർപ്പിച്ചിട്ടുണ്ട്, സ്വതക്ക നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ മുറാദ് അള്ളാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നവനൂറ്റാണ്ടിലാണ്. നമുക്കറിയാം, ഒരു മുഅ്മിനിനെ എടുത്ത് നോക്കിയാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദയനീയം തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ കാലങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഒരുപാട് മണിക്കൂറുകൾ, നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഒരുപാട് മിനിറ്റുകൾ, ഒരുപാട് വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ആരാധന, ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മുഅ്മിനിനെയുമാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ നന്മ ചെയ്യാതെ തിന്മ എന്ന പാതയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം. എന്നാൽ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് സുകൃതങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ സുകൃതങ്ങൾ ആത്മീയതയിലൂടെ, ആരാധനയിലൂടെ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിക്കലാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാലേ നമുക്ക് പരസ്യമായ ജീവിതത്തിൽ നേട്ടമുണ്ടാവുകയുള്ളൂ, പരലോകത്ത് നമുക്ക് നേട്ടമുണ്ടാവുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഹൃദയത്തിൽ നന്മയില്ലാതെ തിന്മ അധികരിച്ചു വരികയാണ്. ഇവിടെ ഒരുപാട് സന്താനങ്ങൾ അല്ലാഹു അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്, ഒരുപാട് മാതാപിതാക്കൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മക്കള്, നമ്മുടെ സന്താനങ്ങൾ, ബന്ധപ്പെട്ടവർ, അയൽവാസികൾ, ഇവരോടുള്ള നന്മ അതില്ലാതെ ജീവിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ എല്ലാവരോടും കാരുണ്യത്തോടുകൂടി, എല്ലാവരോടും നന്മയോടുകൂടി നമ്മൾ പെരുമാറണം. എല്ലാവരോടും കാരുണ്യത്തോടുകൂടി പെരുമാറണം. അതല്ല മുസ്തഫായ നബി തങ്ങൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുവൻ, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുമ്പോൾ ഇവിടെ കാരുണ്യമില്ലാതെ നമ്മൾ ജീവിക്കുകയാണ്, കരുണയില്ലാതെ ജീവിക്കുകയാണ്. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നന്മയില്ലാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ നമ്മുടെ സന്താനങ്ങളെ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ എങ്ങനെ വളരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഡോക്ടർ ആവലല്ല, എഞ്ചിനീയർ ആവലല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടത്. ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടുന്ന മക്കളാകരുത്, കോടികൾ വാങ്ങിക്കൂട്ടുന്ന മക്കളെയല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത്. ഇൽമ് പഠിക്കുന്ന, ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ച, ഹിഫ്ള് പഠിക്കുന്ന മക്കളാകണം. അവരാണ് നാളത്തെ ഉപകരിക്കുകയുള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നമ്മുടെ മക്കൾ കടന്നു വന്നുകൊണ്ടൊരു യാസീൻ ഓതാൻ, അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതാൻ, അല്ലെങ്കിൽ ഖുർആനിൻ്റെ മാസ്മരികതമായ വചനങ്ങളൊന്ന് പാരായണം ചെയ്യാൻ നമ്മുടെ മക്കൾ വേണം, നമ്മുടെ സന്താനങ്ങൾ വേണം. നമ്മുടെ മക്കൾ ഇങ്ങനെ വഴിപഴിച്ചു കൊണ്ടുപോയാൽ അവർക്ക് വേണ്ട വേഷവിധാനങ്ങൾ നമ്മൾ ഇസ്ലാമിക ചിട്ടയല്ലാതെ നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ അവർ വേറെ വഴിയിലൂടെ നടന്നു പോകും. നാം മരിച്ചാൽ അതല്ലെങ്കിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മെ അവർ നോക്കുകയില്ല. അവരോട് നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സന്താനങ്ങളെ നമ്മൾ സ്നേഹിക്കണം. കാരുണ്യത്തോടുകൂടി, നന്മയോടുകൂടി സന്താനങ്ങളോട് നമ്മൾ പെരുമാറണം. അതല്ലേ മുസ്തഫായ നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങളുടെ സന്താനങ്ങളോട് നിങ്ങൾ കാരുണ്യത്തോടു കൂടി പെരുമാറാനാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ കോളേജുകളിൽ ഇന്ന് വ്യഭിചാരം, പീഡനങ്ങൾ, ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന പിഞ്ചു കുട്ടികളെയാണ് നമ്മൾ കണ്ടുവരുന്നത്. കാസർഗോഡ് ജില്ലയിലെ 14കാരനായ പൊന്നുമോന് എന്തേ ചെയ്തു പോയത്? തൻ്റെ കഞ്ചാവ് വലിച്ചതുകൊണ്ട് തൻ്റെ തലയ്ക്ക് മത്തുപിടിച്ചിട്ട് തൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലുള്ള തൻ്റെ പൊന്നാര ഉമ്മയെ വ്യഭിചരിച്ചില്ലേ, പീഡിപ്പിച്ചില്ലേ? ഇവിടെ എന്താ നടന്നു നീങ്ങിയത്?
ഉമ്മയ്ക്കൊരു അസ്വസ്ഥത വന്നപ്പോൾ, ഉമ്മക്കൊരു വേദന വന്നപ്പോൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന തൻ്റെ ഭർത്താവിനെ തൻ്റെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, എന്തേ കാരണം? തങ്ങളുടെ ആ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു. ആ ഉമ്മാനെ എല്ലാവരും തെറ്റിദ്ധരിച്ചു. സ്വന്തം ഭർത്താവ് തെറ്റിദ്ധരിച്ചു, ബന്ധപ്പെട്ടവർ തെറ്റിദ്ധരിച്ചു, എല്ലാവരും തെറ്റിദ്ധരിച്ചു. ഇവിടെ ആ ഉമ്മായെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് അധികാരികൾ അന്വേഷണം നടത്തുകയും ആ ഉമ്മ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് തൻ്റെ കിടപ്പറ പങ്കിടാൻ മറ്റൊരു തൻ്റെ ഒപ്പരം പോകാറില്ല. തൻ്റെ ശരീരം ആരും തന്നെ സ്പർശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണിത് വന്നത്? അങ്ങനെ വിദ്യാലയങ്ങളിൽ ഇവൻ്റെ കൂട്ടുകാരോട് അവൻ്റെ സഹപാഠികളോട് അന്വേഷിച്ചു. അവർ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് എല്ലാ ദിവസവും കഞ്ചാവ് വേണം, കഞ്ചാവ് ഇല്ലാത്ത ദിവസങ്ങളില്ല, കഞ്ചാവിൽ ഞങ്ങൾ വലിക്കണം, അതില്ലാതെ ഞങ്ങൾക്കൊരു ജീവിതത്തിൽ ആനന്ദമില്ല എന്ന് 14 വയസ്സുകാരനായ 15 വയസ്സുകാരനായ കുഞ്ഞുമോന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കേണ്ടത്, എന്തേ കുഞ്ഞുമോൻ ചെയ്തു പോയത്? കഞ്ചാവിൽ അടിമപ്പെട്ടിട്ട് തൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ഒരു ഉറക്ക് ഗുളിക വാങ്ങിയിട്ട് ഭക്ഷണത്തിൽ കലർത്തിയിട്ട് തൻ്റെ ഉമ്മയുടെ വായിലേക്ക്, തൻ്റെ ഉമ്മയുടെ അതരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ പാവപ്പെട്ട ഉമ്മ, സ്നേഹത്തിൻ്റെ നിർഗുണമായ ഉമ്മ, സ്നേഹത്തിൻ്റെ മലർവാടിയായ, സ്നേഹത്തിൻ്റെ പൂന്തോപ്പായ ആ ഉമ്മ വിചാരിച്ചു പോയി, എന്തേ എൻ്റെ പൊന്നുമോനെ ഏറെ സ്നേഹമാണ്, ഏറെ പ്രേമമാണ്, ഏറെ ആദരവാണെന്ന് പൊന്നാര ഉമ്മ വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറക്ക് ഗുളിക ഭക്ഷണത്തിൽ ചേർത്തുകൊണ്ട് തൻ്റെ വായിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഉമ്മ അറിയാതെ ഉറങ്ങിപ്പോയപ്പോൾ ഉമ്മാനെ വ്യഭിചരിച്ച 14കാരൻ്റെ വാർത്ത നമ്മൾ കേട്ടു വരുമ്പോൾ ഇവിടെ സന്താനങ്ങളെ നമ്മൾ വഴിപിഴച്ചുകൊണ്ട് പോകാൻ പാടില്ല. സന്താനങ്ങൾ വഴിപിഴച്ചുകൊണ്ട് പോകാൻ പാടില്ല. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു പോയില്ലേ, റീഹുൽ വലദി വറീഹുൽ ജന്ന, ശിശുവിന്റെ ഗന്ധം സ്വർഗ്ഗത്തിന്റെ പരിമളമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുമ്പോൾ പണ്ടത്തെ വിദ്യാലയങ്ങളല്ല, പണ്ടത്തെ സ്കൂളുകളല്ല, കോളേജുകളിൽ നിന്ന് മദ്യത്തിലേർപ്പെട്ടുകൊണ്ട് ലഹരിയിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊച്ചുമക്കളെ നമ്മൾ കണ്ടുവരുമ്പോൾ, കുഞ്ഞുമക്കളെ നമ്മൾ കണ്ടുവരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കള് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. ഒരു കാലഘട്ടത്തെ ഒരു കവി പാടിയതുപോലെ, തിങ്കളും താരങ്ങളും തൂവള്ളി കതിർച്ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം. ആ വിദ്യാലയം ഇന്ന് മറന്നു പോകുന്നു. വിദ്യാലയത്തിന്റെ അങ്കണം, പഠിക്കുന്നതിന്റെ പള്ളിക്കൂടത്തിന്റെ അങ്കണം ഇന്ന് വ്യഭിചാരത്തിലൂടെ, പീഡനത്തിലൂടെ, അതുപോലെ തന്നെ ലഹരിയിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളോ ഓരോ ആളുകളും അതിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് പോകുമ്പോ നമ്മുടെ സന്താനങ്ങള് വഴിപിടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. നമ്മുടെ സന്താനങ്ങളെ ഇൽമിന്റെ വഴിയിൽ പ്രവേശിപ്പിക്കണോ, അവരോട് ഹിഫ്ള് പഠിക്കാൻ പറയണോ, അവരൊരു മുതഅല്ലിമാകണോ. ഒരുപാട് അറബി കോളേജുകൾ നമ്മുടെ ദേശങ്ങളിൽ ഉണ്ടായേക്കാം. ഒരുപാട് അറബി കോളേജുകളും ദാവാ കോളേജുകളോ നമ്മുടെ ജില്ലയിൽ സുലഭമാണ്. എല്ലാം ഇന്ന് വളർന്നു വരികയാണ്. എല്ലാത്തിലും എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇവിടെ നമ്മുടെ മക്കളെ പഠിക്കാനാക്കണോ, നമ്മുടെ മക്കള് പഠിക്കേണ്ടതുണ്ട്, ഇൽമു പഠിക്കേണ്ടതുണ്ട്. എന്നാലേ നാളെ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. മക്കളോട് കാരുണ്യത്തോടുകൂടി, മക്കളോട് നന്മയോടുകൂടി പ്രവർത്തിക്കല, അത് നമ്മുടെ കടമയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സന്താനങ്ങളോടുള്ള കാരുണ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. മാതാപിതാക്കളോടുള്ള ആ നന്മയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. വിദ്യാലയങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ മക്കൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു. രാവിലെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണിനോട് നമ്മൾ ചോദിക്കാറില്ല, നമ്മുടെ മക്കളോട് നമ്മൾ ചോദിക്കാറില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. അവർ പറയും വല്ല മോഡൽ ക്ലാസ്സും അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സും എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ സന്താനങ്ങളും സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കൾ വഴിപിഴച്ചുകൊണ്ട് പോകാൻ പാടില്ല. ഇവിടെ മക്കളോടുള്ള കാരുണ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. മാതാപിതാക്കളോടുള്ള കാരുണ്യം ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്.
ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. എന്നിട്ട് നന്മയോടുകൂടിയുള്ള ജീവിതമാണ്. കാരുണ്യമില്ലാതെ പിന്നെങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലേക്ക് കാരുണ്യം ഇറക്കുക? മഴയില്ല, വെള്ളമില്ല, ജലത്തിന് വേണ്ടിയിട്ട് കേഴുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടില്. എങ്ങനെയാ അല്ലാഹു ജലം നൽകുക? എങ്ങനെയാണ് അല്ലാഹു മഴ പെയ്യിപ്പിക്കുക? ഇവിടെ ചില ആളുകളുടെ ഹൃദയാന്തരങ്ങളിൽ ആത്മീയതയുള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ മഴയതാ പെയ്യുകയാണ്. ഇവിടെ ആരാധനയില്ല, നിസ്കാരങ്ങളില്ല, വ്രതങ്ങളില്ല, ഒന്നുമേ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരുണ്യമില്ലാതെ എങ്ങനെയാ അല്ലാഹു നമ്മുടെ ഇടയിലേക്ക് കാരുണ്യം ഇറക്കുക? അല്ലാഹുവിനോട് ചോദിക്കാനാ പറയുന്നത്. അല്ലാഹു പറഞ്ഞതെന്താ? എന്നോട് നിങ്ങൾ ചോദിക്കോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ചോദിക്കാത്തതിന്റെ കുറവാണ്, ചോദിക്കാത്തതിന്റെ കമ്മിയാണ്. അല്ലാഹുവിനോട് കരമുയർത്തിയിട്ട് എൻ്റെ പെണ്ണേ, ഏതെങ്കിലും നേരം നമ്മൾ ചോദിക്കാറുണ്ടോ? പഞ്ചനേരങ്ങളിൽ നമ്മൾ ഭുജിച്ചിട്ട് റബ്ബിനോട് കരമുയർത്തിയിട്ട് ചോദിക്കാതെ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ടിവിയുടെ മുന്നിൽ ഇരിക്കുക എന്നല്ലാതെ റബ്ബിനോട് കരങ്ങൾ നീട്ടിയിട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടില്ലായിരിക്കാം. പക്ഷെ അതുപോരാ, റബ്ബിനോട് ചോദിക്കാനാ പറയുന്നത്. അല്ലാഹു പറയുന്നത് ഇതാണ്, റബ്ബിനോട് ചോദിച്ചാൽ എന്നോട് നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വേവലാതികൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്, ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷേ സിട്ടാവിനെ മറന്നുപോയാൽ എങ്ങനെയാ പെണ്ണെ നമ്മുടെ ഇടയിലുള്ള വേവലാതികൾ മാറുന്നത്? എങ്ങനെയാ സങ്കടങ്ങൾ മാറുന്നത്? പരലോകത്ത് രക്ഷ വേണം, മഹ്ശറായിലെ രക്ഷ വേണം, പരസഖിയായ ജീവിതത്തിൽ നമുക്ക് രക്ഷ വേണോ? എല്ലാത്തിലും രക്ഷ വേണോ? സ്വർഗത്തിന്റെ ഹരാമത്തിലേക്ക് പാറിപ്പറക്കേണ്ട പറവകളെ പോലെ, പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കണോ? എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു നോക്കൂ. പരസഖിയായ ജീവിതം നമ്മെ കാത്തിരിക്കുന്നു, മഹ്ശറ നമ്മെ കാത്തിരിക്കുന്നു, പരലോകം നമ്മെ കാത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പരസഖിയായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. ബ്രസിയായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. അവിടെയും നമുക്ക് രക്ഷ വേണോ? നമ്മൾ ഭരിച്ചു കഴിഞ്ഞാൽ ആരുടെ മണ്ണിലേക്ക് കടന്നു ചെല്ലുകയാണ്? ആരാരുമില്ലാത്ത കബറാണ്. ആരാരുമില്ലാത്ത കബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ കൂട്ടിനാരാ വരേണ്ടത്? അത് നന്മയാണ്, ചിന്മയല്ല എൻ്റെ പങ്ങളെ. ആ നന്മ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ ബ്രസിയായ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ അവിടെ നമുക്ക് രക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബറിൽ രക്ഷ നൽകും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് ആളുകൾ തിന്മ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറില്ലേ? ഇവിടെ നയനങ്ങൾ നിറയ്ക്കേണ്ടത് അത് സിട്ടാവിന് വേണ്ടിയിട്ടാ, അത് അല്ലാഹുവിന് വേണ്ടിയിട്ടാ. അതല്ലാതെ പെണ്ണെ തന്റെ നയനങ്ങളിൽ നിന്ന് ഒരു തന്റെ നയനങ്ങളിൽ നിന്ന് കണ്ണുനീര് പോലും നീ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒഴിക്കല്ലേ. നിന്റെ കണ്ണുനീര് നീ പൊഴിക്കല്ലേ. ഇവിടെ റബ്ബിന് വേണ്ടിയിട്ട്, സുട്ടാവിന് വേണ്ടിയിട്ട് നീ കരഞ്ഞു പോയാൽ പെങ്ങളെ, അല്ലാഹു നിന്റെ വേവലാതികൾ മാറ്റിത്തരുന്നതാണ്, സങ്കടങ്ങൾ മാറ്റിത്തരുന്നതാണ്. ഒരിക്കൽ എറണാകുളത്ത് ഞാൻ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് കടന്നു ചെന്നപ്പോഴാ, എറണാകുളത്ത് കൊച്ചി എന്ന ഹൈവേയിലൂടെ ഞാൻ എൻ്റെ വാഹനത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ അതാ ഫുട്പാത്തിൽ ഇരുന്നു കൊണ്ട് കാലിന് വയ്യാതെ ഒരാള് നിസ്കരിക്കുകയാണ്, അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുകയാണ്. കണ്ണിറഞ്ഞു പോയെന്റെ സഹോദരാ, ഇത്രയും അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഒരുപാട് കാരുണ്യങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, ആ കാരുണ്യത്തെ മറന്നുകൊണ്ട് നമ്മൾ പോവുകയാണ്, കരുണയെ നമ്മൾ മറന്നുകൊണ്ട് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെ ഒരു റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ, സിട്ടാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് കൊടുക്കുമ്പോ നമുക്ക് പോകാൻ പറ്റുന്നില്ല, നമുക്ക് പോകാൻ പറ്റുന്നില്ല. എന്തേ? ആത്മീയത നഷ്ടപ്പെട്ടു പോയി, ആത്മീയത ഇല്ലാത്ത ജീവിതമാണ്. മഹാനായിരുന്ന ശംസുൽ ഉലമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജ ഉയർത്തട്ടെ.
മഹാനായിരുന്ന ശംസുൽ ഉലമ തന്റെ ജീവിതത്തിലെ ആത്മീയതയോടുകൂടെയായിരുന്നു ജീവിച്ചത്. തന്റെ പള്ളിക്കുടങ്ങളിലേക്ക് കടന്നു പോകുന്ന ശംസുൽ ഉലമയോട് തന്റെ വാപ്പ പറഞ്ഞു, മകനെ, നീ പള്ളിക്കുടങ്ങളിലേക്ക് പോകണ്ട, ഇൽമിന്റെ വഴിയിലാണ് നീ പ്രവേശിക്കേണ്ടത്, ഇൽമാണ് നീ പഠിക്കേണ്ടതെന്ന് ശംസുൽ ഉലമയോട് തന്റെ വാപ്പ എവിടുന്ന് പറയുമ്പോ തന്റെ പള്ളിക്കുടങ്ങളിലെ അധ്യാപകർ വന്നുകൊണ്ട്, ടീച്ചർമാര് വന്നുകൊണ്ട് പറഞ്ഞു, നല്ലവണ്ണം പഠിക്കുന്ന കുട്ടി, ബുദ്ധിമാനായ കുട്ടിയാണ്, ഇങ്ങനത്തെ ഒരു കുട്ടി വിദ്യാലയങ്ങളിൽ ഇങ്ങനത്തെ ഒരു കുട്ടി ഇല്ലേ ഇല്ല. ടീച്ചർമാര് അധ്യാപകന്മാര് വന്നുകൊണ്ട് പരാതി പറഞ്ഞു, തന്റെ വാപ്പ ശംസുൽ ഉലമയെ അവിടുന്ന് വിട്ടില്ല, ശംസുൽ ഉലമയെ ഇൽമ പഠിക്കാൻ വിട്ടതാ. പിന്നെ അവിടുന്ന് ആത്മീയതയോടുകൂടിയുള്ള ജീവിതമാണ് വാപ്പ പറഞ്ഞു വിട്ടതാണ് ആത്മീയത എന്ന പാതയിലൂടെ. പിന്നെ എവിടുന്ന് ആത്മീയതയാണ്? കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്തവരല്ലേ. മഹാനായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് ഒരുപാട് മഹാന്മാര് ഇവിടെ കേരളക്കരയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അല്ലാഹുവിനെ വിളിച്ചപ്പോ അല്ലാഹു ഉത്തരം നൽകിയില്ലേ? എന്തേ? ഖൽബിൽ ഈമാൻ നിറഞ്ഞില്ലേ? ഇഖ്ലാസ് ഉണ്ടായില്ലേ? തഖ്വ ഉണ്ടായില്ലേ? ഇന്ന് കേരളക്കരയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സൂഫി വര്യനാണ് മഹാനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ്. അല്ലാഹു ആയുസ് നൽകുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഒരിക്കലും ഞാൻ എൻ്റെ പെരിന്തൽമണ്ണയിൽ ഒരു പ്രവാചനത്തിന് വേണ്ടിയിട്ട് കടന്നു ചെന്നപ്പോ അങ്ങനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സൂഫി വര്യനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ശൈഖുനായുടെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നു. എന്തോ ഒരു ചിട്ടയാ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു അനുഭൂതിയാണ് ആ ശൈഖുനായുടെ അടുത്തേക്ക് നിൽക്കുമ്പോ, എന്തോ ഒരു അനുഭൂതിയാ. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നാമും ഒരിക്കലും അത്തിപ്പറ്റയിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. അവിടെ ഒരു സൂഫി വര്യനുണ്ട് മഹാനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ്. തന്റെ സ്വലാത്തിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. എന്തേ? സ്വലാത്തിലേക്ക് കണ്ടു കാണാതെ കടന്നു വരുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ, എനിക്ക് കണ്ടു കാണുന്നില്ല, ലോകത്തുള്ള പ്രപഞ്ചങ്ങളിൽ ലോകത്തുള്ള വിസ്മയങ്ങള് എനിക്ക് കാണേണ്ടതുണ്ട്, പക്ഷെ എന്തേ ഇവിടെ എന്തേ എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് അവിടുന്ന് പറയുമ്പോ മഹാനായിരുന്ന ശൈഖുന പറയുന്നു, അല്ല സഹോദര, നീ സ്വലാത്തിന് നിലകൊള്ളാൻ, സ്വലാത്തില് 2-3 ദിവസം ഇവിടെ നിലകൊള്ളാൻ മഹാനായിരുന്ന ശൈഖുന എവിടുന്ന് പറഞ്ഞപ്പോഴാ അദ്ദേഹം അതാ സ്വലാത്തിന് നിലകൊള്ളുകയാണ്. 3 സ്വലാത്തുകൾ കഴിഞ്ഞു, 3 ദിവസം ആ വീട്ടിൽ താമസിച്ചു, സ്വലാത്തിൽ കഴിഞ്ഞുകൂടി. എന്നിട്ട് തിരിച്ചു പോകുമ്പോ കണ്ണ് കാണുകയാണ്, ലോകത്തുള്ള വിസ്മയങ്ങൾ ദർശിക്കാൻ പറ്റിയേ. എന്തേ? ഇവർ അല്ലാഹുവിനെ കടുത്ത അടിമകളല്ലേ, ഇവരും മനുഷ്യരല്ലേ, നാമും മനുഷ്യരല്ലേ. പക്ഷേ അവർ അല്ലാഹുവിലേക്ക് കൈനീട്ടിയപ്പോ അല്ലാഹു ഉത്തരം നൽകിയില്ലേ? ഒരുപാട് നമ്മള് അല്ലാഹുവിലേക്ക് കരം ഉയർത്തുന്നു. എന്തിനാ പങ്ങളെ? രോഗം വരുമ്പോ മാത്രോ, വേവലാദികൾ വരുമ്പോ മാത്രോ, സങ്കടങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ റബ്ബിനെ കുറിച്ച് ഓർക്കാൻ എൻ്റെ പങ്ങളെ, അതല്ല വേണ്ടത്. സങ്കടങ്ങൾ വരുമ്പോ മാത്രം റബ്ബിനെ ഓർക്കുന്ന ചിന്ത, അതല്ല ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. സിട്ടാവ് അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോഴും ഓർത്തുകൊണ്ടുള്ള ജീവിതമാ നമുക്ക് വേണ്ടത്. സമ്പത്തിന് വേണ്ടിയിട്ടല്ല, ആർഭാടത്തിന് വേണ്ടിയിട്ടല്ല, അലങ്കാരത്തിന് വേണ്ടിയിട്ടല്ല, അഭിലാഷങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടിയിട്ടല്ല. നമ്മൾ ജീവിക്കേണ്ടത് അത് സിട്ടാവിന് വേണ്ടിയിട്ടാണ്. മുസ്തഫായ നബി തങ്ങള് ഫാത്തിമയുടെ അടുക്കലേക്ക് കിടന്നു ചെല്ലുകയാണ്. ഭക്ഷണം കിട്ടാതെ വന്നു ചെന്ന ഫാത്തിമ പറയുന്നു, ഇല്ല നബിയേ, ഭക്ഷണമില്ല നബിയേ. തിരിഞ്ഞുപോയ അല്ലാഹുവിന്റെ റസൂലിനോട് ആ മാമലകൾ മാടി വിളിച്ചുകൊണ്ട് കനകമാകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ പരിത്യാഗത്തിന്റെ പരദീസയിൽ മാറ്റത്തിന്റെ മാറ്റലുകളിലേക്ക് കൊണ്ട് മാലോകർക്ക് മണിമുകുടം അണിയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു പോയില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ഈ കാണുന്ന മലകള് സ്വർണമാകട്ടെയോ കനകമാകട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ഹിനി മിസ്കീന വഅമിതിനി മിസ്കീന വഅഖ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഹിനി മിസ്കീന, അല്ലാഹുവേ എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണം. അല്ലാഹ് വഅമിതിനി മിസ്കീന,
അല്ലാഹുവേ എന്നെ നീ മിസ്കീനായി മരിപ്പിക്കണേ അല്ലാഹ്. വഅഹ്ശുർനി ഫി സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ എന്നെ നീ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ കൂട്ടപ്പെടുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ ആരാധന അത് മസ്റ്റാണ്, നിസ്കാരം അത് മസ്റ്റാണ്, ജീവിതത്തിലെ ദിക്റുകൾ സ്വലാത്തുകൾ അത് ജീവിതത്തിൽ അത് മസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ ആരാധനയോടുകൂടെ നന്മയോടുകൂടെ നമ്മെ കാത്തിരിക്കുന്ന പരലോകത്തേക്ക് നമ്മൾ കടന്നു ചെന്നാൽ സ്വർഗത്തിന്റെ ആരാമത്തിലേക്ക് നമുക്ക് പറന്നെടുക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കിലേക്ക് സംഘാടകർ ബക്കറ്റുമായി കടന്നു വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചെയ്യുന്ന സദഖ അതിൻ്റെ ഫളിൽ കൊണ്ട് റഹ്മാനായ തമ്പുരാൻ അല്ലാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാധനയിലൂടെ നന്മയിലൂടെ നമ്മൾ പരലോകത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. വഅശറ നമ്മെ കാത്തിരിക്കുന്നതുണ്ട്. എന്ത് പുതിയ ലോകത്തിന് പിറവി കൊടുക്കുകയാണ് ഇസ്രാഫീൽ. സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ പിന്നെ ലോകത്ത് പുതിയൊരു ലോകമതാ പിറവി കൊള്ളുകയാ. എല്ലാവരും നശിച്ചു പോവുകയാ. കെട്ടിടങ്ങളില്ല, ഒന്നുമേ ഇല്ല, ഒന്നുമേ ഇല്ല. നമ്മൾ ഈ ലോകത്ത് ഇന്ത്യ മഹാരാജ്യമല്ല, ലോകത്തെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന താജ്മഹൽ പോലോത്ത, ഖുതുബ് മിനാർ പോലോത്ത, ബുർജ് ഖലീഫയെ പോലോത്ത അമ്പരചുംബികളായ ഒരുപാട് ഒരുപാട് കെട്ടിടങ്ങൾ ലോകത്ത് നിലകൊള്ളുന്നുണ്ടെങ്കിൽ ആ കെട്ടിടങ്ങൾ തകർന്നടിയുന്ന ഒരു കാലം വരാറുണ്ട്. അതേതാ? അത് ഖിയാമത്ത് നാളാ. പുതിയ ലോകത്തിന് പിറവി കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഇല്ലാതെയാകുന്നു. ബന്ധപ്പെട്ടവരില്ല, സഹോദരന്മാരില്ല, എല്ലാവരും തകർന്നടിയുകയാണ്. ഒരു ശാസ്ത്രജ്ഞന്മാർക്കോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലോകം എന്നാണ് അവസാനിക്കുക എന്ന് ഒരു ശാസ്ത്രജ്ഞനും പറയാൻ പറ്റിയിട്ടില്ല. ചിലരെല്ലാം പറഞ്ഞു 2002 പക്ഷേ അവരുടെ വാദം പൊളിഞ്ഞുപോയി. അവർ പറഞ്ഞത് ഇല്ലാതെയായി പോയി. 2012 ലോകം അവസാനിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ നാസ പറഞ്ഞാലും ഇവിടെ ലോകം അവസാനിക്കുന്നില്ല. അത് അല്ലാഹുവിന് മാത്രമേ സാധിക്കുന്നുള്ളൂ, അത് സിട്ടാവിന് മാത്രമേ അറിയുകയുള്ളൂ. പുതിയ ലോകത്തിന് പിറവി കൊടുക്കുകയാ. ഖുർആൻ പറഞ്ഞതെന്താ? പെങ്ങളെ ചിന്തിക്ക, എൻ്റെ ഉപ്പ ചിന്തിക്ക. ഖുർആൻ പറയുന്നതെന്താ? ഇത് സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ. ലോകത്തുള്ള കെട്ടിടങ്ങളെല്ലാം ബഹിർഗമിക്കുന്ന ഒരു നാൾ വരാറുണ്ട്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും തകർന്നടിയുന്ന കാലം വരാറുണ്ട്. ജി ശങ്കരക്കുറുപ്പിന്റെ വാക്കുകളിലൂടെ നമ്മൾ കടന്നു ചെന്നാൽ അദ്ദേഹം പറയുന്നത് എന്താ? അമ്പരമധ്യേ തിളങ്ങുന്നോരാദിത്യ ബിംബവും കെട്ടുപോയെങ്കിലാവട്ടെ അക്കരി ഊതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ട ഉണ്ടാക്കും സർഗശക്തി. ശ്രീ ശങ്കരക്കുറുപ്പിന്റെ വാക്കുകളിലൂടെ നമ്മൾ കടന്നു ചെന്നാൽ പുതിയ ലോകത്തിനൊരു പിറവി കൊടുക്കുകയാ. ഒന്നുമേ ഇല്ല, ഒന്നുമേ ഇല്ലാത്ത ലോകമാണ്. പാർപ്പിടങ്ങളില്ല, കെട്ടിടങ്ങളില്ല, നമ്മൾ ഉണ്ടാക്കിയ ലക്ഷ്യങ്ങളില്ല, നമ്മൾ ഉണ്ടാക്കിയ കോടികളില്ല. ഒന്നുമേ ഇല്ലാത്ത ഒരു നാള് നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. എന്തേ പെങ്ങളെ, എന്തേ പെങ്ങളെ, this will come in time. അതായത് ഈ ലോകത്തിനൊരു അവസാനം വരാനുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ ദിസ് വിൽ കം എ ടൈം,
ഒരു ടൈം കടന്നു വരാനുണ്ട്. ലോകം അവസാനിക്കുന്ന ഒരു സമയം കടന്നു വരാനുണ്ട്. അങ്ങനെ കടന്നു വന്നാൽ അതാരാ? ഇസ്രാഫീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് സൂറെന്ന കാഹളത്തില് അവിടുന്ന് ഊതുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ചോദിച്ചു പോയിട്ടുണ്ട്, എന്നാണ് ലോകം അവസാനിക്കുന്നതെന്ന് പല ആളുകളും ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ലോകം അവസാനിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയില്ലേ, അഹുരാ തുഖ്സറൂ, ഇവിടെയാണ് ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലാണ് ചൂണ്ടിക്കാണിച്ചു തന്നു. സഹാബ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു പോയില്ലേ, അല്ലാഹുമ്മ ബാരിക് ഫീ ഷാമിന, അല്ലാഹുമ്മ ബാരിക് ഫീ യമനിന, അല്ലാഹുവേ ഷാമിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, അല്ലാഹുമ്മ ബാരിക് ഫീ യമനിന, അല്ലാഹുവേ യമനിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷാമിലേക്കാണ് അല്ലാഹു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത് താഴ്ചയില്ലാത്ത മത്സര, ഉയർച്ചയില്ലാത്ത മത്സര, ഒന്നുമേ ഇല്ലാത്ത മത്സര, പച്ചപ്പരവതാനികളില്ല, ഇവിടെ കാണുന്ന കെട്ടിടങ്ങളില്ല, ഒന്നുമേ ഇല്ലാത്ത മത്സര വൻസഭയാണ്. ആ മത്സര വൻസഭയിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടവരാണ്. ആ പുതിയ ലോകത്തിന് ഒരു പിറവിത കൊടുക്കുകയാണ്, ഒരു പുതിയ ലോകത്തിന് പിറവി തുടങ്ങുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായിരുന്ന അസ്രായീലിനെ റബ്ബുൽ ഇസ്സത്ത് വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി ആരാ അസ്രായീലെ ലോകത്ത് ബാക്കിയുള്ളത്? അസ്രായീൽ പറയുകയാണ്, റബ്ബേ ജിബ്രീൽ വ മീകായിൽ വ ഇസ്രാഫീൽ വ അന യാ അല്ലാഹ്. അല്ലാഹുവേ ഈ ലോകത്തിന് ബാക്കിയുള്ളത് ആരാ? അത് ജിബ്രീലാണ്, മീകായിലാണ്, ഇസ്രാഫീലാണ്, വ അന യാ അല്ലാഹ്. അല്ലാഹുവേ പിന്നെ ഞാനുമാണെന്ന് റബ്ബിനോട് പറയുമ്പോ ഇവിടെ ജിബ്രീലിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന കേട്ടുകൊണ്ട് ജിബ്രീലിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാ. ജിബ്രീലിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ടോ ജിബ്രീൽ വല്ലാത്ത അട്ടഹാസമാ, ജിബ്രീൽ വല്ലാത്ത അട്ടഹാസമാണ്. ജിബ്രീൽ പറഞ്ഞു പോയില്ലേ, യാ അല്ലാഹ് ഹബ്ബിബ് ഇലൈനാ സകറാത്തുൽ മൗത്ത്, അല്ലാഹ് മരണവേദന ലഘൂകരിച്ചു തരണേ അല്ലാഹ്, മരണവേദന ലഘൂകരിച്ചു തരണേ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കരയുകയാണ്. ജിബ്രീലിന്റെ റൂഹ് പിടിച്ചിട്ട് റബ്ബിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന അസ്രായീൽ, അല്ലാഹു പറയുന്ന അസ്രായീൽ മീകായിലിന്റെ റൂഹ് പിടിക്കാൻ മീകായിലിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോ മീകായിൽ വല്ലാത്ത അട്ടഹാസമാ. പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പണ്ഡിതന്മാര് പറഞ്ഞു പോയില്ലേ, അട്ടഹാസം ഭൂമിയിലുള്ള മനുഷ്യന്മാര് കേട്ടുപോയാൽ, അട്ടഹാസം ഭൂമിയിലുള്ള ആളുകൾ കേട്ടുപോയാൽ അവരില്ലാതെ ആയി പോയേനെ. മീകായിലിലും വല്ലാത്ത വേദനയാ. പിന്നെ ഇസ്രാഫീലിന്റെ റൂഹത പിടിക്കുകയാ, ഇസ്രാഫീലിന്റെ റൂഹത പിടിച്ചു കഴിയുകയാണ്. പിന്നെ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സിട്ടാവായ അല്ലാഹു ചോദിക്കുന്നു, ഇനി ആരാ ബാക്കിയുള്ളത്? അസ്രായേൽ. അവര് പറയുന്നത് ഇത് തന്നെയാണ്, ഇനി ഞാനാണ് എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ റൂഹത പിടിക്കുകയാണ്. വല്ലാത്ത വേദനയാണ്. മീകായിൽ കഴിഞ്ഞു, ജിബ്രീൽ കഴിഞ്ഞു, ഇസ്രാഫീൽ കഴിഞ്ഞു, പിന്നെ അസ്രായീലിനെ റൂഹ് പിടിച്ച് കഴിയുമ്പോഴതാ അസ്രായീൽ വല്ലാത്ത വേദനയാ. അല്ലാ 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 അല്ലാ, വല്ലാത്ത വേദനയല്ലേ? അതല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നലിൽ
മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. അസ്റായീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു പോയില്ലേ? അസ്റായീൽ മെല്ലെ വലിക്ക്, അസ്റായീൽ മലക്കുൽ മൗത്ത് അസ്റായീൽ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ റസൂലേ നബിയേ, വെണ്ണയിൽ നിന്ന് നെയ്യിൽ നിന്ന് നാര് എങ്ങനെയാണോ വലിക്കുന്നത് അതിനേക്കാൾ നേർമമായ രീതിയിലാണ് അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് എന്ന് അവർ പറയുമ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരുടെയും റൂഹ് പിടിക്കുകയാണ്. പിന്നെ ലോകത്ത് ആരാ ബാക്കിയുള്ളത്? രണ്ടാമതായിട്ട് ഇസ്രാഫീല് സുറന്ന കാഹളത്തില് ഊതുകയാണ്. അതിന് ഇടയ്ക്ക് 40 വർഷത്തിന്റെ ദൈർഘ്യമുണ്ടെന്ന് പണ്ഡിതന്മാർ നമ്മോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയില്ലേ, 40 വർഷങ്ങൾ, 40 വർഷം അതിനൊരു ബ്രേക്ക്, അതിനൊരു ഇടവേള നൽകുകയാണ് അല്ലാഹ്. അവിടെ ജീവിതമില്ല പങ്ങളെ. പിന്നെ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ രണ്ടാമതായിട്ട് ഊതാൻ പോവുകയാണ്. എല്ലാവരും മരിച്ചിരിക്കുകയല്ലേ? ഇസ്രാഫീലിനെ അല്ലാഹു തട്ടി ഉണർത്തുകയാണ്. ഇസ്രാഫീൽ രണ്ടാമത്തെ സൂറന്ന കാഹളത്തിൽ രണ്ടാമതായിട്ട് ഊതുകയാണ്. അത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ മഹ്ശറയാണ്, പിന്നെ പരലോകമാണ്. പരലോകത്ത് നമ്മൾ ജീവിച്ചു പോരുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, മഹ്ശറായിലെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോ, പരലോകത്ത് ചെല്ലുമ്പോ ഓരോ ആളുകൾ ഓരോ സ്റ്റൈലിലാ കടന്നു ചെല്ലുക. അന്ത്യനാളില് ഒരാളുടെ കഴുത്ത് ഉയർന്ന് കാണുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആരുടെ കഴുത്ത്? അതാരുടേതാണെന്നറിയണോ? പള്ളി മിനാരങ്ങളിൽ നിന്ന് പാങ്ക് കൊടുത്ത എന്റെ ചെറുപ്പക്കാരാ, പാങ്ക് കൊടുത്ത എന്റെ കാരണവന്മാരെ, പാങ്ക് കൊടുത്ത എന്റെ മാധ്യന്മാരെ, നിങ്ങൾക്ക് നാളെ അല്ലാഹു അന്ത്യനാളെ നിങ്ങളുടെ കഴുത്ത് അത് ഉയർന്നതായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മോട് പറഞ്ഞു പോയില്ലേ? ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ്. പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മഹ്ശറ ഓരോരുത്തരും ഓരോ ശൈലിയിൽ കടന്നു വരുന്ന മഹ്ശറ. വിശ്വാസവഞ്ചന കാട്ടിയവന്റെ അവസ്ഥ, വിശ്വാസവഞ്ചന കാട്ടിയവന്റെ അവസ്ഥ എന്താ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ മറ്റുള്ളവനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനോട് വഞ്ചന കാട്ടിയവന്റെ അവസ്ഥ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയില്ലേ? അവന്റെ കുതത്തിലൊരു കൊടി നാട്ടിയിട്ടുണ്ടാകും. ആ കൊടി നാട്ടിയിട്ടാണ് മഹ്ശറ വൻസഭയിലേക്ക് അവരെ കടന്നു വരിക എന്ന്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ്. സകാത്ത് കൊടുക്കാത്ത പെണ്ണ്, എന്റെ ഉപ്പ, നാളെ നിങ്ങൾ കടന്നു വരുന്നത് എങ്ങനെയാ? പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കടന്നു വന്നപ്പോ സകാത്ത് കൊടുക്കാൻ നമ്മുടെ ഇടയിൽ സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആലോചിച്ചില്ല, നമ്മൾ സ്വതക്ക നൽകിയില്ല, നമ്മൾ സംഭാവന നൽകിയില്ല. ഒന്നുമേ ഇല്ലാതെ ഒരു രൂപ പോലും മുഹാജിറുകളായ പാവപ്പെട്ട ആളുകൾക്കൊന്ന് കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ല. വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകളെയും നമ്മൾ ആട്ടിവിട്ടവളാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ സമ്പത്തിൽ നിന്ന് സകാത്ത് കൊടുക്കാതെ, സംഭാവന ചെയ്യാത്ത, സ്വതക്ക ചെയ്യാത്ത ആളുകളുടെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി, തന്റെ കഴുത്തിലൊരു സർപ്പം ഉണ്ടാകുമത്രേ. ആ സർപ്പം ഇങ്ങനെ അവനെ കൊത്തിക്കൊണ്ടേയിരിക്കും. അതവന്റെ സമ്പത്താണ്, അതവന്റെ സമ്പത്താണ്. പിന്നെയോ ഹജ്ജ് ചെയ്ത ആളുകളുടെ അവസ്ഥ, ഉംറ ചെയ്തിട്ട് മരണപ്പെട്ടവരുടെ അവസ്ഥ, അവരതേ തായ്ലീൽ ചൊല്ലിയിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരിക. ഇങ്ങനെ ഓരോ ആളുകളും ഓരോ രീതിയിലാണ്. ഷഹീദായ ആളുകളില്ലേ, അവരും ഇങ്ങനെയാണ്. അവര് അങ്ങനെയാണ് മരിച്ച ഷഹീദായതുപോലെയാണ് അവർ നാളെ മഹ്ശറയിലേക്ക് കടന്നു വരിക. അവരുടെ ദേഹത്ത് ചോര പുരണ്ടിട്ടുണ്ടാകും. എല്ലാവരും നഗ്നരാണ്, എല്ലാവരും നഗ്നരാം, ആളുകളും നഗ്നരാം.
ഐഷ ബീവി ചോദിച്ചില്ലേ, നബിയേ എല്ലാവരും നഗ്നരാണെങ്കിൽ പെണ്ണ് നഗ്നര, ആട് നഗ്നര, എല്ലാവരും അവന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്തിലേക്ക് നോക്കില്ല നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ആയിഷ, ഇല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഔറത്തിലേക്ക് നോക്കുകയില്ല. കാരണം എന്താണെന്നറിയണോ? അവർക്ക് അവരുടെ മത്സരായ കുറിച്ചിട്ടുള്ളൊരു ചിന്തയാ, അവർക്ക് രക്ഷപ്പെടുമോ എന്നുള്ളൊരു ചിന്തയാണ്. അതല്ലാതെ മറ്റൊരു ചിന്ത ഇറങ്ങളിലേക്ക് കടന്നു വരില്ല. ഇങ്ങനെ ഓരോ ആളുകളും അങ്ങനെയാണ് മത്സരായിലൂടെ നടന്നു പോവുക. ഷഹീദായവരും അതുപോലെ തന്നെയാണ്. ഷഹീദായ ആളുകള് ചോര പുരണ്ട ദേഹവുമായിട്ട് മത്സരായിലേക്ക് കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്, ഇന്ന് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങള്. തിരൂർ ജില്ലയിലെ ഫൈസൽ എന്ന് പറയുന്ന പൊന്നുമോൾ, ഫൈസൽ എന്ന് പറയുന്ന ഒരു സഹോദരന്, അദ്ദേഹത്തിനെയും ആരല്ല വെട്ടിക്കൂട്ടിയില്ലേ? അതുപോലെ തന്നെയാണ് കർണാടക ജില്ലയിലെ സുള്ളി എന്ന പ്രദേശ നിവാസിയായ കർണാടക, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയില് ജോലി ചെയ്യുന്ന റിയാസ് മുസ്ലിയാർ എന്ന് പറയുന്ന സഹോദരനെ പള്ളിയുടെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് വെട്ടിനുറുക്കിയപ്പോ പെങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ഇവിടെ റിയാസ് മുസ്ലിയാരുടെ കഴുത്തിലല്ല കത്തിവെച്ചത്, അത് ഇന്ത്യയുടെ പൈതൃകത്തിലാണ്, അത് ഇന്ത്യയുടെ ഭാരതത്തിലാണ്, അത് ഇന്ത്യയുടെ പൈതൃകത്തിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷഹീദായ ആളുകള്, മുറിവേറ്റുകൊണ്ട് മരണപ്പെട്ട ആളുകള്, അവർ നാളെ മൈസറായിലേക്ക് അതുപോലെയാണ് കടന്നു വരിക എന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിനീതം വിടവാങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൈസറായിലെ സന്ദർഭങ്ങൾ ഇങ്ങനെയാണ്, ഓരോ സ്റ്റൈലിൽ ഇങ്ങനെ കടന്നു വരും. ഷറായില് ചൂട് നമ്മൾ താങ്ങേണ്ടി വരും. ഒരു ചാൺ മുകളിൽ നിൽക്കുന്ന സൂര്യൻ അവിടുന്ന് കത്തിച്ചൊലിക്കുമ്പോ വിയർപ്പിന്റെ പ്രളയമാണ്. ചിലർക്ക് മുട്ടുവരെ വിയർപ്പുണ്ടാകും, ചിലർക്ക് നടുവരെ വിയർപ്പുണ്ടാകും, ചിലർക്ക് കഴുത്തോളം വിയർപ്പുണ്ടാകും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അരിശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കണേ, അരിശിന്റെ തണൽ ലഭിക്കുന്ന ഒരാൾ ആരാ? തൻ്റെ യുവത്വ കാലഘട്ടം റബ്ബിലേക്ക് മാറ്റിവെച്ചവന്. അങ്ങനത്തെ ആളുകളുണ്ടല്ലോ, റബ്ബിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട്, സിട്ടാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പള്ളിയുമായിട്ട് ബന്ധം ചേർന്ന, അതുപോലെ തന്നെ ആത്മീയമായ സംഗമങ്ങൾ കടന്നു വന്നാൽ അതിലെല്ലാം സംഗമിക്കുന്ന ആളുകളില്ലേ, അവർക്ക് നാളെ അരിശിന്റെ തണലുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയില്ലേ? അരിശിന്റെ തണല് ഇത് നമുക്ക് ലഭിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് കൊടുത്ത സ്വതക്ക നൽകിയവനെ നിനക്ക് നാളെ അർശിന്റെ തണല. ഇവിടെ ഒരു ഇസ്ലാമിക് സെന്റർ തുടങ്ങിയപ്പോ ഇതിലേക്ക് ആരെല്ലാം സഹായിച്ചോ അവർക്കും നാളെ അർശിന്റെ തണല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയില്ലേ? ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് കൊടുത്ത, രഹസ്യമായി കൊടുത്തവന്റെ നാളെ അർശിന്റെ തണല. ഓരോ ആളുകള്, അങ്ങനത്തെ ആളുകൾക്ക് ഓരോ ആളുകൾക്കും ഓരോ സന്ദർഭങ്ങളാണ്. അർശിന്റെ തണല അല്ലാഹു കൊടുക്കുക. പിന്നെ നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ ദാഹിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ നമുക്ക് ഹൗദുൽ കൗസർ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നല്ല ആളുകൾക്ക്, തിന്മ ചെയ്താത്ത ആളുകൾക്ക്, നന്മ ഹൃദയത്തിലുള്ള ആളുകൾക്ക് ഹൗദുൽ കൗസർ ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എൻ്റെ ഹൗദുൽ കൗസർ, എൻ്റെ ഹൗദുൽ കൗസർ, എൻ്റെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് എത്തുന്നത് ഒരു കൂട്ടം ആളുകളാ. ആരാ അറിയണോ? അവര് മുഹാജിറുകളാ, അവര് മുഹാജിറുകളാ. സഹാബ ചോദിച്ചു, നബിയേ ആരാ മുഹാജിറുകളാ?
അള്ളാന്റെ റസൂല് പറഞ്ഞു പോയി, എന്ത് മുടി പറത്തിയ ആളുകളാ, അതുപോലെ തന്നെ തന്റെ വസ്ത്രങ്ങളിൽ ചെളിയുണ്ട്. മന്ത്രിമാര് നോക്കിയില്ല, പണക്കാര് നോക്കിയില്ല, വലിയ വലിയ ജനാഠ്യര് നോക്കിയില്ല. അങ്ങനത്തെ ആളുകളാണ് മുഹാജിറുകളെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു പോയില്ലേ? ഇത് കേട്ട ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അവിടുന്ന് പറഞ്ഞു പോയി, അള്ളാന്റെ റസൂലേ, ഇനി ഞാൻ എന്താന്നറിയണോ? ഇനി ഞാൻ എന്റെ മുടി പറക്കുന്നത് വരെ ഞാൻ എണ്ണ തേക്കുകയില്ല. എന്റെ വസ്ത്രത്തില് ശരിയാകുന്നത് വരെ ഞാൻ എന്റെ വസ്ത്രം അലക്കുകയില്ല. ഇതാണ് ആദ്യമായി എത്തുന്നത് മുഹാജിറുകളാണ്. പിന്നെ ഒരു കൂട്ടം ആളുകളെ അവർക്ക് ഹൗദുൽ കൗസർ കിട്ടിയിട്ടില്ല. ആരാണ്? അല്ലാഹുവിന്റെ റസൂല് സഹാബാ കിറാമിനോട് പറഞ്ഞു, നാളെ എന്റെ ഹൗദുൽ കൗസറിന്റെ ചാരത്തൊരു കൂട്ടം ആളുകൾ വരുന്നു. അല്ലാഹു ഒരു മറ സൃഷ്ടിക്കുകയാണ്, അവർക്ക് കിട്ടില്ല. ഞാൻ പറയും, അല്ലാഹ് ഇതെന്റെ സമുദായത്തിൽപ്പെട്ടവരാണ്. അല്ലാഹ് പറയുന്നു, ഇല്ലേ ഇല്ല നബിയേ, അങ്ങ് മരിച്ചതിന് ശേഷം, അങ്ങ് വഫാത്തായതിന് ശേഷം തന്റെ മതത്തിൽ ഭേദഗതി വരുത്തിയവരാണ്, അതുകൊണ്ട് അവർക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ദൂരെ പോകൂ, ദൂരെ പോകൂ, ദൂരെ പോകൂ. ഇങ്ങനെ ആട്ടിവിടുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ പാടില്ല. നമുക്ക് ആ കൂട്ടക്കാരിൽ പെടുത്താതിരിക്കട്ടെ. നന്മയോടുകൂടി ജീവിക്കാൻ റഹ്മാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ഹൗദുൽ കൗസർ വേണ്ടതുണ്ട്, അരിശിന്റെ തണൽ വേണ്ടതുണ്ട്. ഇവിടെ ഹൃദയങ്ങളിലേക്ക് റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നമ്മൾ കൊണ്ടുവന്നാൽ നമുക്കിതെല്ലാം ലഭിക്കുന്നതാണ്, ഇതെല്ലാം നേടാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്രായേൽ നമ്മൾ നെട്ടോട്ട് മൂടുന്നു. ശുപാർശ നമുക്ക് ഓരോ നബിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനമായിട്ട് നബിതങ്ങളുടെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ശുപാർശ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിനോട് പറയുകയാണ്. മസ്ഊദ് തങ്ങൾ ചോദിച്ചില്ലേ, നബിയേ, നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ നബിയേ, അങ്ങേ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇബ്നു മസ്ഊദേ, എന്നെ ആദ്യം തിരയേണ്ടത് ഞാൻ സിറാത്ത് പാലത്തിന്റെ അടുത്തുണ്ടോ, അവിടെ എന്നെ കണ്ടില്ലെങ്കിൽ ഇബ്നു മസ്ഊദേ, എന്നെ നീ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് അന്വേഷിക്കുക. അവിടെ നീ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിനരികെ ഞാൻ ഉണ്ടാകുമെന്ന് ഇബ്നു മസ്ഊദ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, പരലോകത്ത് ഇതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ മഹ്ശറിലേക്ക് കടന്നു പോകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ തമ്പുരാൻ ആരാധനയിലൂടെ ആത്മീയതയിലൂടെ നമുക്ക് ജീവിക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കിട്ടുന്ന സമയങ്ങള് റബ്ബിലായിട്ട്, സിട്ടാവിലായിട്ട്, അല്ലാഹുവിനായിട്ട് നമ്മൾ ജീവിക്കുക. പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ടാൽ നമ്മൾ പോകാറുണ്ടോ? നിസ്കാരം നമ്മൾ വെറുതെ കളയുന്നു. ദിക്റുകള്, സ്വലാത്തിന്റെ മജ്ലിസുകള്, ആത്മീയമായ സംഗമങ്ങൾ ഉണ്ടാകുമ്പോൾ അതല്ല, നമ്മൾ വലിച്ചെറിയുകയാണ്, ഞാൻ നിരുച്ചാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിൽ ഈമാൻ നൽകട്ടെ, ഖൽബിൽ ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഹൃദയങ്ങളിലേക്ക് ഈമാൻ, തഖ്വ പൂർവീകർ കാണിച്ചു തന്ന ആ പാത ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. എന്നിട്ട് നമ്മുടെ വേവലാദികളെ, നമ്മുടെ വിഷമങ്ങളെല്ലാം വെച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക. അല്ലാഹു നൽകുന്നതാണ്. റബ്ബുൽ ഇസ്സത്ത് കാക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാരുണ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കട്ടെ, സ്വാലിഹായ മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട്
അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, നമ്മുടെ ഇടയിലേക്ക് ആരാധന, നിസ്കാരങ്ങള്, ദിക്റുകള് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് പരസ്യമായ ജീവിതത്തിൽ നമുക്ക് നേട്ടം വേണമെങ്കിൽ നന്മ ചെയ്യുക, പരലോകത്ത് നേട്ടം വേണമെങ്കിൽ നന്മ ചെയ്യുക. കഴിഞ്ഞുപോയ ദിനങ്ങളുണ്ട്, അതല്ല ഇനി പോയതാണ്, അതെല്ലാം ഇനി തിരിച്ചു വരില്ല. കുട്ടിക്കാലം ഉണ്ടായിരുന്നു, മണ്ണപ്പൻ ചുട്ട കാലമുണ്ടായിരുന്നു, കോട്ട് കളിച്ച കാലമുണ്ടായിരുന്നു, വയലേലകളിലൂടെ നടന്ന കാലമുണ്ടായിരുന്നു, ഓലയെടുത്തിട്ട് പീപ്പി ഉണ്ടാക്കിയിട്ട്, ഓലയെടുത്തിട്ട് പമ്പരമുണ്ടാക്കിയിട്ട് കളിച്ചു പോയ കുസൃതിയുടെ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലങ്ങളിൽ കടന്നു വരുമ്പോ അതെല്ലാം പോയി കഴിഞ്ഞു. ഇന്നലെ ഇവിടെ പറഞ്ഞു, ഞാൻ ഇവിടെ പറഞ്ഞു, ഇന്നും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡുകളും ഇവിടെ പറയുമ്പോ ഹൃദയങ്ങളിലേക്ക് പെങ്ങളെ കടന്നു വരേണ്ടത് റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയാണ്, സിട്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയാണ്. ആ ചിന്തയില്ലാത്ത മറ്റൊരു ചിന്ത നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആരാധനയിലൂടെ നമ്മൾ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സമയം ഒരുപാടായി, ആളുകൾക്ക് നേരവുമായി ആളുകൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് സമയം കൂടുതലുമാണ്. കാരണം എനിക്ക് നാളെ ക്ലാസ്സുമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും ഞാൻ പറഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുന പാറന്നൂർ ഉസ്താദിൻ്റെ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ മെമ്മോറിയൽ ഇസ്ലാമിക് സെൻറ്റർ, ഇവിടെ ഒരു കൂട്ടം ആളുകൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളാണ് ഇതിന് തുടക്കം കുറിച്ചത്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇവർ പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇവർ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളായ, ക്യാൻസർ പിടിപെട്ടുകൊണ്ട് വിഷമത്തിലായ, അതുപോലെ തന്നെ ട്യൂമർ പിടിപെട്ടുകൊണ്ട് വിഷമത്തിലായ ഒരുപാട് ആളുകൾ റഹ്മാനായ തമ്പുരാൻ അവരുടെ രോഗം ശിഫയാക്കട്ടെ, അല്ലാഹു ശിഫയാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന 1111. റബ്ബേ എൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, നിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് റബ്ബേ ഞാൻ ഈ മജ്ലിസിലേക്ക്, അല്ലാഹ് ഞാൻ ഈ മാസത്തിൻ്റെ ബറക്കത്ത്, ഈ മാസത്തെ വിചാരിച്ചുകൊണ്ട് റഹ്മാനായ തമ്പുരാനെ ഞാൻ നല്ലൊരു സംഖ്യ റഹ്മാനെ ഞാൻ സദഖയായിട്ട് നൽകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് 1111 രൂപ ഇതിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളുകൾ പെട്ടെന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആരെങ്കിലുണ്ട്? അല്ലാഹു ഖൽബിൽ ഈമാൻ നിറയ്ക്കട്ടെ, അല്ലാഹു ഖൽബിൽ ഈമാൻ നിറയ്ക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സഹോദരൻ റഹ്മാനായ റബ്ബ് കുടുംബത്തിന് ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ ക്യാൻസറിൽ നിന്ന് ആ സഹോദരനെ രക്ഷിക്കട്ടെ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായിട്ടൊരു സഹോദരൻ, അല്ലാഹ് റഹ്മാനേ കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്, കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ, നീ കാക്കണേ തമ്പുരാനെ. വല്ല രോഗവുമുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ തമ്പുരാനെ. റബ്ബേ അല്ലാഹുവേ ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്, കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഇനി ആരോ? അല്ലാഹു സ്വീകരിക്കട്ടെ. മറ്റൊരു അനുഭാവി ഇതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ 1111 രൂപ ഇതിലേക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. റഹ്മാനേ ഹൃദയങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, അല്ലാഹ് മുറാദുകൾ നീ
നീ ഹാസിലാക്കണേ അല്ലാ. റഹ്മാനായ തമ്പുരാനെ അല്ലാഹുവേ, അല്ലാഹ് റഹ്മാനേ തമ്പുരാനെ, ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാ, ട്യൂമറിനെ തൊട്ട് കാക്കണേ അല്ലാ. സൈനുൽ ആബിദ് എന്ന് പറയുന്നൊരു സഹോദരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിൽ ഈമാൻ നിറയ്ക്കട്ടെ. അല്ലാഹു ഈമാൻ നിറച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജോലികളെല്ലാം ബറക്കത്ത് നൽകട്ടെ. 2 അനുഭാവികൾ ഇതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. റഹ്മാനായ തമ്പുരാൻ സ്വീകരിക്കട്ടെ. ആരും പോകരുത്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ വന്നതാണ്, ഒരു ആത്മീയമായൊരു സംഗമത്തിൽ നമ്മൾ കൂടിയിരുന്നു. ഇവിടെ മുജീബ് കൊട്ടക്കാവയൽ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഇതിലേക്ക് സംഭാവന അർപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അവിടെ നമ്മൾ കടന്നു വന്നവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ കഴിയാതെ ആരും തന്നെ പോകരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു ഹൃദയത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇനി ആരോ എൻ്റെ പെങ്ങന്മാരുടെ ഭാഗത്ത് എൻ്റെ പ്രിയപ്പെട്ട സംഘാടകരൊന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. മാതാപിതാക്കളുടെ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സഹോദരനെതിരേക്ക് സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് എന്ത് രോഗമാണോ തമ്പുരാനെ നിനക്കറിയാം റബ്ബേ, ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ റബ്ബേ. മാരകമായ രോഗം കൊടുത്ത് നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു അനുഭാവി ഉപ്പയുടെ അസുഖം ഭേദമാകാനും മരിച്ചുപോയ ഭർത്താവിൻ്റെയും ഉമ്മയുടെയും പരലോക ഗുണത്തിനു വേണ്ടി 1000 രൂപ ഇതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, നീ മുറാദുകളെ നീ ഹാസിലാക്കണേ തമ്പുരാനെ. മരിച്ചുപോയ ഉപ്പ ആരെല്ലാമാണോ റബ്ബേ ഖബറിൽ വിശാലത കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. ഒരു അനുഭാവി 1000 രൂപ പിതാവിൻ്റെ അസുഖം സുഖപ്പെടാൻ പറഞ്ഞതാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്ത്രീ 500 രൂപ രോഗശമനത്തിനും ഹലാലായ ഉദ്ദേശം പൂർത്തിയാവാനും ദുആ ചെയ്യാൻ വേണ്ടി കിട്ടും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു കണിയാർക്കൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 1000 രൂപ ഹലാലായ ഉദ്ദേശം പൂർത്തിയാവാൻ വേണ്ടി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു സ്ത്രീ 500 രൂപ മാതാപിതാക്കളുടെ പരലോക ഗുണത്തിന് വേണ്ടിയിട്ട്, അതുപോലെ മറ്റൊരു സഹോദരി 500 രൂപ ഹലാലായ ഉദ്ദേശം പൂർത്തിയാവാൻ, അതുപോലെ തന്നെ രക്തം കുറഞ്ഞു പോകുന്ന അസുഖമുണ്ട് ഒരു സഹോദരി 500 രൂപ സംഭാവന പ്രത്യേകം ദുആ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം എന്താണോ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു സ്ത്രീ 250 രൂപ ഭർത്താവിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ രക്ഷ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ 1000 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞിട്ട് ദുആക്ക് മുമ്പ് എല്ലാ ആളുകളും ഒരു സംഖ്യ മനസ്സിൽ കരുതുക. ഇൻഷാ അല്ലാഹ് എന്നിട്ട് നമുക്ക് റബ്ബിലേക്ക് ഒരു പൊന്നുമോൻ
ഇതിലേക്ക് സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പൊന്നുമോൻ്റെ ബുദ്ധിയിൽ അല്ലാഹു ബുദ്ധി ഊർമ്മത നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിന് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അല്ലാഹുവിനെ പഠിക്കാനുള്ള ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനാ കുട്ടിയുടെ ഉമ്മ മാതാപിതാക്കള് റബ്ബേ അവരെ നീ നന്നാക്കണേ അല്ലാ. റബ്ബേ അല്ലാഹുവേ അവരുടെ ഹൃദയങ്ങളിൽ നന്മ നിറക്കണേ അല്ലാ. റബ്ബേ ആ കുട്ടിക്ക് ആ പൊന്നുമോർ റബ്ബേ നീ രോഗങ്ങൾ കൊടുത്ത് നീ പരീക്ഷിക്കല്ല അല്ലാ, പരീക്ഷിക്കല്ല റബ്ബേ. ഒരു സ്ത്രീ 1211 പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ദുആക്ക് മുമ്പ് നിങ്ങളൊരു സംഖ്യ, ഒരു സ്വതക്ക, ഒരു സംഭാവന മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആക്ക് ശേഷം ഇൻഷാ അല്ലാഹ് അത് വാങ്ങുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ദുആക്ക് മുമ്പ് നിങ്ങൾ അത് മനസ്സിൽ കരുതുക, എന്നിട്ട് റബ്ബിനോട് തേടുക. അല്ലാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. എല്ലാ ആളുകളും ഇന്ന് എഴുന്നേൽക്കുക, എല്ലാവരും ഉറക്കെ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ. എല്ലാ പെങ്ങന്മാരും ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആ റോഡിൻ്റെ വശത്തുള്ള എല്ലാ ആളുകളും ഈ സദസ്സിലേക്ക് കടന്നു വരിക എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കടന്നു വരിക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഖ്യ മനസ്സിൽ കരുതുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കിലേക്ക് സംഘാടകർ കടന്നു വരും. അപ്പോൾ നിങ്ങളത് ഏൽപ്പിക്കുക. എന്നിട്ട് റബ്ബിനോട് നമുക്ക് തേടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരന്മാർ ഇന്ന് വിദേശത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദേശികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്മാരുടെ തൊഴിലിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഉറക്കെ ചൊല്ലുക, നിർത്തരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله. ഒരു സ്ത്രീ 500 രൂപ ഇതിലേക്ക് സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഒരു ഷഹാബ് കൊടുവള്ളി എന്ന് പറയുന്നൊരു സഹോദരൻ ഇതിലേക്ക് 500 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അദ്ദേഹത്തിന്റെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. മുൾക്കണ്ടി സെറീന അസുഖം സുഖപ്പെടാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെ പരലോക ഗുണത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് 1113 രൂപ ഇതിലേക്ക് സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഒരു സഹോദരൻ ഇതിലേക്ക് സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് ദുആയിലേക്ക് കടക്കാം. എല്ലാ ആളുകളും ഉറക്കെ ആമീൻ പറയുക. അല്ലാഹു സ്വീകരിക്കട്ടെ. റോഡിൻ്റെ വശത്ത് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ എല്ലാ ആളുകളും ഈ സാസിലേക്ക് കയറി നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കഴിയുന്ന ആളുകൾ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ നേരമായി നമ്മൾ ഇരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ, ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അവസാനമായിട്ട് വാങ്ങും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ضيوافي حمدي كافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. രാജസീതായ തമ്പുരാനെ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളെ ബന്ധപ്പെട്ടവർ, അല്ലാഹുവേ നീ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, പ്രദാനം ചെയ്യണേ റബ്ബേ. റബ്ബേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ഞങ്ങളെ ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ അയൽവാസികൾ, ഉപ്പമാര്, ഉമ്മമാര്, സഹോദരന്മാര്, സഹോദരിമാര്, അല്ലാഹ് ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കണേ തമ്പുരാനെ, സ്വർഗ്ഗ പൂന്തോപ്പാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബേ അപകടത്തിലാക്കല്ല റബ്ബേ, കീറി മുറിക്കുന്ന അവസ്ഥ വരുത്തല്ല നാഥാ, കീറി മുറിക്കുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ, കീറി മുറിക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്. റബ്ബേ ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകൾ നീ മാപ്പാക്കണേ അല്ലാഹ്, മാപ്പാക്കണേ തമ്പുരാനെ. റബ്ബേ ഈ പാതിരാവിലെ ഞങ്ങള് കൈ നീട്ടിയിട്ട് ചോദിക്കുകയാണ്, കരങ്ങൾ നീട്ടിയിട്ട് ചോദിക്കുകയാണ് അല്ലാഹ്. റബ്ബേ റഹ്മാനേ, അല്ലാഹുവേ റഹ്മാനായ തമ്പുരാനെ, അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ തട്ടിക്കളയല്ല റഹ്മാനേ, തട്ടിക്കളയല്ല റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുവേ നാളെ പരലോകത്ത് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോ, മഹ്ശറായിലേക്ക് കടന്നു ചെല്ലുമ്പോ റബ്ബേ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിനധികം ഞങ്ങൾ ചെല്ലുമ്പോ വലത് കിതാബ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടോ സ്വർഗത്തിന്റെ ആരാമത്തിലേക്ക് ഞങ്ങൾക്ക് പാറിപ്പറക്കണോ അല്ലാഹ്. ഞങ്ങൾക്ക് അതിന്റെ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. അല്ലാഹുവേ റഹ്മാനായ തമ്പുരാനെ, അല്ലാഹുവേ റഹ്മാനായ നാഥാ, റബ്ബേ നാളെ ഞങ്ങൾക്ക് നീ സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കിടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ മദീന കാണാൻ ഞങ്ങൾക്കേറെ ആഗ്രഹമാണ് റബ്ബേ. ഞങ്ങൾക്ക് മദീന റോദയിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ ഹബീബി, അസ്സലാമു അലൈക്കും യാ തബീബി എന്ന് സലാം പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മദീന കാണാതെ മരിപ്പിക്കല്ല റബ്ബേ, മദീന കാണാതെ മരിപ്പിക്കല്ല റബ്ബേ, മദീന കാണാതെ മരിപ്പിക്കല്ല റബ്ബേ. റബ്ബേ ഇബ്രാഹിം നബിയുടെ വിളിയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ, എത്തിക്കണേ റബ്ബേ, എത്തിക്കണേ റബ്ബേ. റബ്ബേ ഞങ്ങൾ തേടുകയാണ് റബ്ബേ, ഞങ്ങൾക്കറിയില്ല
റഹ്മാനേ, ഞങ്ങൾക്ക് നിന്നോട് ദുആ ചെയ്യാൻ ഞങ്ങൾ അർഹരല്ല. റബ്ബേ, ഞങ്ങൾക്ക് ജീവിതം നൽകിയത് നീയാണ്. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ നൽകിയത് നീയാണ്. നിന്നോടല്ലാതെ പിന്നെ ആരോടാ ഞങ്ങൾ ദുആ തേടുക? നിന്നോടല്ലാതെ പിന്നെ ആരോടാ ഞങ്ങൾ കരങ്ങൾ നീട്ടുക? അതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ദുആയെ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ, വിവാഹ പ്രായമെത്തിയ ഒരുപാട് യുവതികളുണ്ട്, യുവാക്കളുണ്ട്. അല്ലാ, സ്വാലിഹായ ഇണകളെ നൽകണേ അല്ലാ, സ്വാലിഹായ ഇണകളെ നൽകണേ റബ്ബേ. റബ്ബേ, റഹ്മാനായ തമ്പുരാനെ, 6-7 വർഷത്തോളം കാലമായിട്ട് സന്താന ഭാഗ്യമില്ലാത്ത ആളുകളുണ്ട് അല്ലാ. സഹോദരന്മാർ റബ്ബേ, അല്ലാഹുവേ, അവർക്ക് നീ സന്താനങ്ങളെ നൽകണേ അല്ലാ, നൽകണേ റബ്ബേ, നൽകണേ റബ്ബേ. റഹ്മാനേ, സത്താറേ, ഹഫൂറേ, മജീദേ, രാജസയ്യിദായ നാഥാ, അല്ലാ, ഞങ്ങളുടെ ദുആയിനെ തട്ടിക്കളയല്ല റഹ്മാനേ, തട്ടിക്കളയല്ല റഹ്മാനേ, തട്ടിക്കളയല്ല റഹ്മാനേ, തട്ടിക്കളയല്ല റഹ്മാനേ. സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, മക്രീങ്ങളുടെ മക്രിനെ തൊട്ടോ, സാഗരീങ്ങളുടെ സിഗറിനെ തൊട്ടോ, കാഫിരീങ്ങളുടെ കുഫറിനെ തൊട്ടോ, ആയിബീങ്ങളുടെ ആയിനെ തൊട്ടും കാക്കണേ അല്ലാ. റബ്ബേ, പഠിപ്പിന് ബർക്കത്ത് നൽകണേ അല്ലാ. റബ്ബേ, റഹ്മാനേ, നാഫിയായ ഇൽമ പ്രദാനം ചെയ്യണേ അല്ലാ, ഇൽമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, ഇൽമ പ്രദാനം ചെയ്യണേ അല്ലാ, ഇൽമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഈ പാതിരാവിൽ ഞങ്ങൾ ദുആ ചെയ്യുകയാണ് തമ്പുരാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, റഹ്മാനായ നാഥാ, ഞങ്ങൾ പാപികളാണ് അല്ലാ. റബ്ബേ, ഒരുപാട് ഒരുപാട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ലൈവ് കാണുന്നവരുണ്ട് അല്ലാ. റബ്ബേ, അവരുടെ തൊഴിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. റബ്ബേ, ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. തിരിച്ച് നാട്ടിലെത്തിയിട്ട് കുടുംബങ്ങളോടൊപ്പം സന്തോഷിക്കാൻ റബ്ബേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. റബ്ബേ, റഹ്മാനേ, ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ റബ്ബേ, ശംസുൽ ഉലമയെ പോലോത്ത കണ്ണിയത്ത് ഉസ്താദ് റബ്ബേ, കോട്ടുമല ഉസ്താദ് റബ്ബേ, കാളമ്പാടി ഉസ്താദ് അല്ലാ, അവരുടെ ദറജ ഉയർത്തണേ അല്ലാ, ദറജ ഉയർത്തണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങൾ തേടുകയാണ് സമസ്തയെ നയിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ റബ്ബേ, ശൈഖുൽ ജാമിയ അല്ലാ, ആലിക്കുട്ടി ഉസ്താദ്, ചുഫ്രി മുത്തുകോയ തങ്ങള് റബ്ബേ, പണക്കാട്ട പൊന്നോമനകള് അല്ലാഹുവേ, ആയുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ.